അപ്പോ ലാലേട്ടൻ ലിസ്റ്റിലുള്ള ആളാണ്, നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ ഹിറ്റായ സിനിമയാണ് രാവണപ്രഭു. അതിൽ അച്ഛൻ കഥാപാത്രമായിട്ടും മകനായിട്ടും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം മകനായിട്ട് വരുന്ന കാർത്തികേയൻ എന്ന കഥാപാത്രം ചെയ്ത ആ മോഡുലേഷൻ. ഹേ സവാരി ഗിരിഗിരി, ഹേ മാൻ വാട്ട്സ് ഹാപ്പനിങ്, ഹെന്നാ കൗണ്ടർ സുമ്മാ നടുറോട്ടില് ഹടി വാങ്ങറ. മോനെ എന്റെ പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, എം.എൻ. കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. ദാറ്റ്സ് മൈ ഫുൾ നെയിം. ഇവന് നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാവിടാ. ഇവന് നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവനിങ്ങനെ പോയാ ഭാവിയിലെ ജയറാമല്ലേടാ. നീ പോയിട്ട് ആ വണ്ടിയിലേറെ. ഡോ ആ കിണ്ടിയിലല്ല, ദോ ആ വണ്ടിയില്. എന്താ ഇത് ചെയ്ത് നല്ല തഴക്കവും പഴക്കവും വന്ന് ഗംഭീരമായിട്ട് ഉള്ളിൽ ചെയ്ത് വെച്ചു. ഈ പാട്ട് പാടുമ്പോ തന്നെ അതിന്റെ ഡയലോഗ് വരാറുണ്ടല്ലോ ലാലേട്ടന്റെ. ഇപ്പൊ ഹരിമുരളി അത് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാറുണ്ട്. അല്ല, അത് ഞെട്ടിപ്പോകും ആൾക്കാർ. കാരണം ഒരിക്കലും അത് ഒരുമിച്ച് ചെയ്തത് ഞാൻ കണ്ടല്ലോ. ഒരു ഡയലോഗ് ഇപ്പൊ ശ്രീകുമാരേട്ടനൊക്കെ പറയുമായിരിക്കും, പക്ഷെ പെർഫെക്റ്റ് വോയിസ്. ഡയലോഗ് പറയൂ. സംഗീതം അടുക്കും തോറും അകലുന്ന അനന്തസാഗരം. അലഞ്ഞിട്ടുണ്ട് അതും തേടി ഒരുപാട്. യമുനയുടെ കരയിൽ നിലാവിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് പെട്ടെന്നാണ് ഒരു വെളിപാടുണ്ടാവുന്നത്. എന്താ ഗോളിയറിലോട്ട് വെച്ച് പിടിക്കാൻ? എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഖൊരാന മാജിക് പീകോക്കിനെ കുറിച്ച് പഠിക്കാൻ ചെന്നത് ഒരു പഴയ സിംഹത്തിന്റെ മടയിലാ. ഇവരെല്ലാം ഫിറ്റാ. എന്താ സംഭവം? നല്ല എ ക്ലാസ് ഫാൻ. ചെന്നാവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. പൂരുത്തണ്ടിയുടെ ഓട്ടക്കേശിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഒടുവിൽ സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ ഒരു സാധനം കടക്കി ഗുരു ഇങ്ങനെ ചേർത്ത് പിടിച്ചു. സഫരോം കി ജിന്ദഗി ജോ കബി നഹി കദം ഹോ ജാതി ഹൈ. ശംഭോ മഹാദേവ. ചെയ്യുന്നത് പോലെ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. കാര്യമായിട്ട് പറയാ. ഇപ്പൊ മിമിക്രിക്കാരി ശബ്ദം അനുകരിച്ചിട്ട് ഗായകര് പാടാറുണ്ട് സ്റ്റേജിൽ. പക്ഷെ ഇത് ഒരുമിച്ച് ചെയ്യാൻ കഴിവുള്ള അസീബ് എന്ന് പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കോമഡി ഉത്സവത്തിന് ഓരോ തവണയും കിട്ടുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണെന്നുള്ളത് ദൈവാനുഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ അതിന് അച്ഛൻ കഥാപാത്രമായിട്ട് ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞു പോയി. മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് മണ്ണിലേച്ച് ചാരമാകുന്നത്. അനായാസേന മരണം, ദിനാദൈനൈന ജീവിതം. ദേഹിമകൃപയാ ശംഭോ ത്വീ ഭക്തി മഞ്ജര. അനായാസമായ മരണം, ദയനമില്ലാത്ത ജീവിതം അചഞ്ചല ഭക്തനായ എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപതേ. അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട പ്രായമായി ശേഖര. പിന്നിട്ട വഴികളിൽ എവിടെയോ കാലിൽ തറച്ച എന്ന മുള്ളിനെ ഞാൻ എന്നെ മറന്നിരിക്കുന്നു. ആ മുനയൊടിഞ്ഞ കമ്പിനെ എന്നെ വീണ്ടും ഈ വഴിയിൽ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. വഴിമാറടാ മുണ്ടക്കൽ ശേഖര. ഇത് അവതരിപ്പിച്ചിട്ട് അസീബിന് ഒരു മുഖഭാവവും ഇല്ല. വലിയ കാര്യം ചെയ്ത, പക്ഷെ നിസ്സാരമായിട്ട് പുള്ളി കാണുന്നത്. ഭയങ്കര വലിയ കലാകാരനാണ് നിങ്ങൾ അസീബ്. ഒരെണ്ണം കൂടി. അദ്ദേഹം ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഷൈ ആയ രൂപത്തിലോ. ഒരു സെക്കൻഡ്. ഇപ്പൊ വരാൻ പോകുന്ന ലാലേട്ട ഈ ഫ്ലോറിലേക്കാണ്. നിങ്ങൾക്ക് ആർക്ക് വേണേ എന്ത് വേണേ ചോദിക്കും. ലാലേട്ട ഉത്തരം റെഡിയായി. എല്ലാവർക്കും എന്റെ നമസ്കാരമുണ്ട്. ഈ കോമഡി ഉത്സവം എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ?
അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും ഒരുപാട് കലാകാരന്മാർ ഇവിടെ വരേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ അവരൊക്കെ ഒരു പിടി കൈപിടിച്ചുയർത്താൻ, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ, ഇപ്പം ഇതിനാണെങ്കിലും ടിനി ടോം ആണെങ്കിലും ഗിന്നസ് ആണെങ്കിലും പ്രചോദ് ആണെങ്കിലും അവരൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്ന നല്ല ടാലന്റഡ് ആയിട്ടുള്ള കലാകാരന്മാർ. ഒരു ചാലകമായിട്ടാണ് ഇവരൊക്കെ സത്യമായിട്ടും പ്രവർത്തിക്കുന്നത്. ലാലേട്ടൻ ഈ ചെയ്യാൻ പോകുന്നത് ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പൊ അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് അതെങ്ങനെയാണ്? തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 പാക്ക് എന്നൊക്കെ പറയുന്നത് ന്യൂജൻ സംഭവമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ 1 പാക്ക് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടാണ്, അതാണല്ലോ പ്രധാനം അല്ലേ? ഈ മിമിക്രിക്കാരെ കുറിച്ച് എന്താണ്? ഇപ്പൊ ഒരുപാട് പേര് ലാലേട്ടനെ അനുകരിക്കാറുണ്ട്. അപ്പൊ ഈ ലാലേട്ടനെ അനുകരിക്കുമ്പോ എന്താണ് ലാലേട്ടന് തോന്നാറുള്ളത്? അനുകരിക്കുക അല്ലെങ്കിൽ അനുകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു സ്നേഹമാണ്, ഒരു തരത്തിലുള്ള സ്നേഹമാണ്. പ്രേക്ഷകർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു സ്നേഹമാണ്. ചേട്ടാ, പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണയം എന്ന് പറഞ്ഞാല് എനിക്ക് ഒരാളോട് മാത്രമേ ഇപ്പൊ പ്രണയമുള്ളൂ. സിനിമ, മലയാള സിനിമയാണ്, അതാണ് എന്റെ കാമുകി, അവരോടാണ് എനിക്ക് പ്രണയം. നമ്പർ 1. Let's open number 1. തിലകൻ സാറിന്റെ ലാലേട്ടന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സംഭാഷണമാണ്. ഏത് സിനിമയിലാ? ദേവാസുരം. ദേവാസുരത്തിൽ ഷമ്മിച്ചേട്ടനല്ല, നെപ്പോളിയനാണ് വരുന്നത്. പക്ഷേ ഷമ്മിച്ചേട്ടനാണ് ഡബ് ചെയ്തത്. നീലകണ്ഠ, ഒരു കാറ് കത്തിയാ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയോന്നാ. പേടിയല്ല നീലാണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, അപ്പോഴേ എനിക്ക് കളിയിൽ ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. പ്രാണന്റെ പാതിയായിരുന്നവളെ പാതിയിൽ ഉപേക്ഷിച്ചിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാം. അതിലും വലുതല്ല ശേഖര, കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട്. അപ്പൊ അങ്ങനെ ചേട്ടാ, തിരിച്ചേട്ടന് വരാൻ സമയമായി. കാരണം 3 നമ്പരും കഴിഞ്ഞിരിക്കുന്നു. പ്ലീസ് വെൽക്കം തിരിച്ചേട്ടൻ. കമാ. ശരിക്കും പറഞ്ഞ ഇവരുടെ ഇടയിൽ നിൽക്കാൻ എനിക്ക് പേടിയാണ്. തീ വാറുന്ന 2 ആർട്ടിസ്റ്റുകൾ അല്ലേ? യെസ്. ബാക്കി പുള്ളിയുടെ ലിസ്റ്റിലുള്ള ബാക്കി കേൾക്കാം. അപ്പോ നമുക്ക് അടുത്തത് ഡാഡി ഗിരിജയിൽ തുടങ്ങാം അല്ലേ? പുലിമുരുകൻ എന്ന ചിത്രത്തിൽ ഡാഡി ഗിരിജയായി വേഷമിട്ട ജഗപതി ബാബുവിന്റെ ശബ്ദം, ഇദ്ദേഹത്തിന് ശബ്ദം നൽകിയത് മനോജേട്ടനാണ്. ഡാഡി മംഗലാപുരത്ത് കളിച്ചു വളർന്നതിന് ശേഷം കുഞ്ഞിക്കാതർ കായ്ക്കായത്. മംഗലാപുരം കണ്ടത് എന്ത് കൊടുത്തേക്കവന്? ഡാഡിക്ക് മേടിച്ചേ ശീലമുള്ളൂ, കൊടുത്തില്ല. ഇതെന്റെ ചെറുക്കന് വേണ്ടിയിട്ടാ. അവന്റെ ദേഹത്തൊരു പൊടി വീഴരുത്. ബലരാമൻ, മുരുകന്റെ ശക്തി. സാക്ഷാൽ കൃഷ്ണ ഭഗവാന് ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് കുറവായി പോയല്ലോടാ ബലരാമ. നിന്നെ ഞാനിങ്ങ് എടുക്കുക. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അതിനുള്ള ക്ഷണക്കത്താ നീ. മൂപ്പൻ പറഞ്ഞതാണ് ശരി. കാട്ടിലെ പുലിയായാലും നാട്ടിലെ മനുഷ്യരായാലും അവിടെ അതിന്റെ മടയിൽ പോയി കൊല്ലണം. അതാണ് ഈ കാടിന്റെ നിയമം. തിലകൻ ചേട്ടനെ നോക്കിയിട്ട് പൃഥ്വിരാജ് ചോദിക്കുന്നൊരു ഡയലോഗ്, ഇത്രയും നാൾ എവിടെ ആയിരുന്നു?